ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ടാറ്റു കഥ കേട്ടാലോ? ഒരു 2-3 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു ടാറ്റു ചെയ്യണം എന്നുള്ളത്. ടാറ്റു ചെയ്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഫിംഗറിൽ ഒരു ചെറിയ ടാറ്റു ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ ടാറ്റു ചെയ്യാൻ നേരം എനിക്കൊരു വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. വെറും ഒരു ടാറ്റുവിനേക്കാളും എന്തെങ്കിലുമൊക്കെ അർത്ഥമുള്ള ഒരു നല്ല ടാറ്റു തന്നെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ കുറേ ആയിട്ട് ഞാൻ പല സൈറ്റിലും കയറിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കോമൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ തപ്പി 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 അവസാനം എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയത്. ഇത് കോയി ഫിഷ് ആണ്, അതിന്റെ കൂടെ ഒരു ഫ്ലവറും. പക്ഷെ അതിന്റെ കളർ കോമ്പിനേഷനും ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് ഇങ്ങനെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റു സെന്ററിൽ ചെന്നപ്പോൾ ഞാൻ എന്നിട്ടും അവരോട് കുറച്ച് സജഷൻസ് ചോദിച്ചു. അവരും കുറേ ഡിസൈനൊക്കെ കാണിച്ചിട്ടും എനിക്കതങ്ങോട്ടും പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ ടാറ്റു തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ കിടക്കുന്ന പോലെ തന്നെ അല്ല കേട്ടോ, എന്നാ വിളിയായിരുന്നു, അയ്യോ അമ്മേ എന്നും പറഞ്ഞിട്ടൊക്കെ. ആ ടാറ്റു ചെയ്യുന്ന പയ്യൻ എങ്ങനെ ചെയ്ത് സഹിച്ചിരുന്നെന്ന് എനിക്കറിയാൻ വയ്യ. അത്രയ്ക്ക് വളമായിരുന്നു ഞാൻ അവിടെ കിടന്നിട്ട്. പിന്നെന്താ, നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കുമ്പോ അതിന് കുറച്ചൊക്കെ പെയിൻ ഉണ്ടാവില്ലേ? അങ്ങനെ അങ്ങ് സഹിച്ച് ഞാൻ ആ പെയിൻ സഹിച്ച് പിടിച്ചവിടെ കിടന്നു, എൻ്റെ ടാറ്റു യാഥാർത്ഥ്യമാകുന്നത് നോക്കിയിട്ട്. ഓരോ തവണ ഞാൻ ഇങ്ങനെ വിളി വെക്കുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ചോദിക്കും കൂടെ ആരായിരുന്നു എന്ന്. എൻ്റെ ഗാർഡിയൻ ആയിരുന്നു. ഇക്കയാണ് എനിക്ക് ഈ ടാറ്റു ചെയ്യാനുള്ള സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്നത്. കാരണം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ടാറ്റു ചെയ്താൽ കൊള്ളാം കൊള്ളാമെന്ന്. അങ്ങനെയാണ് ഈ ടാറ്റു ഞങ്ങൾ ചെയ്തതും. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നമ്മ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ച് കിട്ടുമ്പോഴുണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. അങ്ങനെ എൻ്റെ ടാറ്റു ഇങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുന്നതും നോക്കി ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിളി വെക്കുന്നുണ്ട്. എനിക്കറിയാൻ വയ്യ, കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച പറക്കുന്നൊരു വേദന. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഈ ടാറ്റു ചെയ്യുന്നവർ എന്തോരം പെയിനായിരിക്കും അനുഭവിക്കുക. എനിക്കാണെങ്കിൽ നെഞ്ചിൽ ഇത്രയും ചെയ്തിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നു. ഞാൻ തന്നെ ചെന്ന് തലവെച്ച് കൊടുത്തതാണല്ലോ. ഇറങ്ങി ഓടാനൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്ത് ചെയ്യാനെ, കംപ്ലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ ഇങ്ങനെ കിടന്നു കൊടുത്തു. കാലൊക്കെ ഇങ്ങനെ ബലം പിടിച്ച്, അയ്യോ. എന്നിട്ടുണ്ടല്ലോ, എനിക്കറിയാമോ എന്താ പറയണ്ടേന്ന്. ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഇട്ട് തേക്കുന്നുണ്ട്. കുഴപ്പമില്ലാന്നൊക്കെ അവരുടെ ഭാഷ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയണ്ടേ, ഞാൻ ദൈവത്തിനെയൊക്കെ വിളിച്ച് അങ്ങോട്ട് അങ്ങ് കിടന്നു. കൂടെ കുറേ ക്ലിപ്സൊക്കെ എടുത്തു. പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോ ആ ഒരു ഫിനിഷിങ്ങിലെത്തി കഴിയുമ്പോഴുണ്ടല്ലോ, അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതായിരുന്നു എനിക്ക്. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ടാറ്റു? പിന്നെ ഒരു 45 ദിവസമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഇതെത്താൻ. ഇപ്പോഴാണെങ്കിലും എനിക്ക് ചെറിയ ചൊറിച്ചിലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനിങ്ങനെ സഹിച്ച് പിടിച്ചിരിക്കാൻ. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ടാറ്റു? എനിക്ക് ഇഷ്ടപ്പെട്ടോ? താങ്ക് യു.